ഹായ്, നമ്മൾ പഠിക്കാൻ പോകുന്ന ചാപ്റ്ററാണ് ഘനരൂപങ്ങൾ. അതായത് ഷേപ്പുകളെക്കുറിച്ച്, സോളിഡ്സിനെ കുറിച്ചാണ്. 3D ഷേപ്പാണ്. അതിലെ ഒരു 4 ഷേപ്പാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. അതിൻ്റെ പെരിമീറ്റർ, അതിൻ്റെ പരപ്പളവും അതുപോലെ തന്നെ വ്യാപ്തവുമാണ് പഠിക്കുന്നത്. ഇപ്പം നമ്മൾ ആദ്യം ഘനരൂപങ്ങളിലെ സമചതുര സ്തൂപികയെക്കുറിച്ചാണ് നോക്കുന്നത്. സമചതുര സ്തൂപിക പേരിൽ തന്നെയുണ്ട്. സ്തൂപിക എന്തായിരിക്കും? സമചതുരത്തിലുള്ളതായിരിക്കും. അതായത് നമ്മൾ ഉദാഹരണമായിട്ട് പറയുവാണെങ്കിൽ പിരമിഡ് എന്ന് കേട്ടിട്ടുണ്ടോ? പിരമിഡ്സ്, ആ ഒരു ഷേപ്പാണ് സമചതുര സ്തൂപിക എന്ന് പറയുന്നത്. അതിൻ്റെ താഴ്വശം ഇതായിരിക്കും, സമചതുര ആയിരിക്കും. സമചതുരത്തിലുള്ള സമചതുരം, അവിടുന്ന് 4 ത്രികോണങ്ങൾ സൈഡിലേക്ക് വരും. അതിനെ ഒരു മൂലയിലേക്ക്, ഒരു ശീർഷകത്തിലേക്ക്, ഒരു കോണിലേക്ക് 3-4 പേരെയും കൂടെ ചേർത്ത് വരുമ്പോൾ അതൊരു സ്തൂപികയായിട്ട് മാറും. ഇതാണ് പിരമിഡ്സ്. ഈ പിരമിഡ് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാവും. ഈ പിരമിഡിൻ്റെ ഇത് ഒരു അതിൻ്റെ ചോട്ടിൽ നമ്മൾ നിൽക്കുകയാണെങ്കിൽ ഇത് ഒരു വശമാണ്, ഒരു മുഖമാണ്. ഇതൊരു മുഖം, ഇവിടെ വേറൊരു മുഖം. അങ്ങനെ 4 മുഖങ്ങളാണ് ഈ പാർശ്വതലത്തിലുള്ളത്. അപ്പോൾ ഈ ഒരു പിരമിഡിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ, ഇവിടെ താഴെയുള്ള മുഖം, ഏറ്റവും താഴെ, അത് ഇതിൻ്റെ അടിയിലാണ് കാണുന്നത്. ആ അടിയിലുള്ളതാണ് സമചതുരം. അപ്പോൾ സമചതുരം ഉള്ളത് അതാണ് പാദമായതുകൊണ്ട്, നമ്മളിങ്ങനെ നിൽക്കുമ്പോൾ ഇതല്ലേ പാദവശം, അതാണ് പാദം ആയതുകൊണ്ട് അതിന് പറയുന്നതാണ് പാദമുഖം എന്ന് പറയും. എന്താണ്? പാദമുഖം എന്ന് പറയും. ഇപ്പം ഇപ്പുറത്തുള്ള 4 ത്രികോണങ്ങൾ സമപാർശ്വ ത്രികോണങ്ങളാണ് ഇവിടെ വരുന്നത്. ഈ 2 വശങ്ങൾ തുല്യമായിട്ടുള്ള സമപാർശ്വ ത്രികോണങ്ങൾ. അപ്പോൾ ഇതിൻ്റെ ഇവിടെ തുല്യമായിരിക്കും. എല്ലാം ഒരേപോലെ തുല്യമായ 4 സമപാർശ്വ ത്രികോണങ്ങൾ. അതാണ് പാർശ്വ ത്രികോണമായതുകൊണ്ട് തന്നെ പാർശ്വമുഖം എന്ന് നമുക്ക് പറയാം. ഓക്കെ, മുഖം. അപ്പം ടോട്ടൽ എത്ര മുഖമുണ്ട്? സമപാർശ്വ ത്രികോണങ്ങൾ 4 പാദം മുഖം, അതായത് സമചതുരം 1 അപ്പോൾ ടോട്ടല് പാദമുഖം 1, പാർശ്വമുഖം 4 ടോട്ടൽ 5 മുഖങ്ങളാണ് ഉള്ളത്. ഇനി നമ്മൾ അതിൻ്റെ ഓരോ കാര്യങ്ങളും പഠിക്കാൻ പോകുന്നത്. ഈ ഒരു സമപാർശ്വ ത്രികോണം വരുന്നു, 4 സമപാർശ്വ ത്രികോണം വരുന്നു. ഇതിൻ്റെ ചോട്ടിലുള്ള സമചതുരത്തിനെ കുറിച്ച് ആദ്യം നമുക്ക് പഠിക്കാം. സമചതുരത്തിൻ്റെ ഈ ഒരു അറ്റം ഇല്ലേ, ഈ ഒരു അറ്റം നമ്മൾ നിൽക്കുന്ന ഈ ഒരറ്റം, അതാണ് വക്കാണ്. ഈ ഒരു സമചതുരത്തിൻ്റെ വക്ക്. അപ്പം അത് പാദത്തിലുള്ള വക്കായതുകൊണ്ട് അതിനെ നമ്മൾ പറയുന്ന പേരാണ് പാദവക്ക്. എ എന്ന് ഡിനോട്ട് ചെയ്യും. പാദവക്ക് എ. അതുപോലെ പാർശ്വത്തിലുള്ള ത്രികോണങ്ങളുടെ വക്കുകളുണ്ടല്ലോ, ഇവിടുത്തെ 2 ത്രികോണങ്ങൾ കൂടിച്ചേരുമ്പോൾ ഒരു വക്കായിട്ട് മാറുന്നു. ഈ 2 ത്രികോണങ്ങൾ കൂടിച്ചേരുമ്പോൾ ഒരു വക്ക്. അങ്ങനെ 1, 2, 3, 4 വക്ക്. അങ്ങനെ പാദവക്കോ ഇവിടെ 1, 2, 3, 4. അപ്പം ഇവിടെ വരുന്ന ത്രികോണങ്ങളുടെ അവിടെ വരുന്ന വക്കിന് പറയുന്ന പേരാണ് പാർശ്വവക്ക്. അതിന് ഉപയോഗിക്കുന്ന ലെറ്ററാണ് ഇ. അപ്പോൾ പാർശ്വവക്ക് ഇ, പാദവക്ക് എ. അപ്പോൾ പാദവക്കുകൾ എത്ര ഉണ്ട്? 4 ഉണ്ട്. സമചതുരത്തിന് 4 വശങ്ങളായതുകൊണ്ട് അതാണ് പാദവക്ക്. അത് പാദവക്ക് എത്ര ഉണ്ട്? 4 ഉണ്ട്. പാർശ്വവക്കും അതുപോലെ തന്നെ 4 ആണ് ഉള്ളത്. അപ്പം 4 പാദവക്കും 4 പാർശ്വവക്കും. ഇനി നമ്മൾ നോക്കുന്നത് ഈ ഒരു പാർശ്വത്രികോണമുണ്ട്. ഇവിടെയുള്ള പാർശ്വത്രികോണങ്ങളുണ്ടല്ലോ, സമപാർശ്വ ത്രികോണങ്ങൾ. അപ്പോൾ ഈ സമപാർശ്വ ത്രികോണത്തിന് നമ്മളിവിടെ നിൽക്കുകയാണെങ്കിൽ ഈ ഒരു ത്രികോണത്തിൻ്റെ ഹൈറ്റ്, അതായത് ഈ മൂലയിൽ നിന്ന് നേരെ താഴേക്ക് ഇങ്ങനെ വരയ്ക്കുന്ന ഈ ഒരു ഹൈറ്റ്, ഇത് കണ്ടോ, ഇതിനൊരു ചെരിവുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ ഇത് കണ്ടോ, ഈ സമപാർശ്വ ത്രികോണം എന്താണ്? ചെരിഞ്ഞാണ് ഇരിക്കുന്നത്, ചാരി വെച്ചേക്കുന്ന പോലെയാണ് ഈ ശീർഷകത്തിലേക്ക്. ഇപ്പം ആ ചെരിഞ്ഞ് വരുന്ന ഈ വരയുണ്ടല്ലോ, അതിന് പറയുന്നതാണ് ചെരിവ് ഉയരം. ആ സമപാർശ്വ ത്രികോണത്തിൻ്റെ ഉയരമാണ് ചെരിഞ്ഞാണ് ഇരിക്കുന്നത്, അതുകൊണ്ട് ചരിവ് ഉയരം എന്ന് അതിന് പറയും. അതിന് ഉപയോഗിക്കുന്ന ലെറ്ററാണ് എൽ. ചരിവ് ഉയരം ഒരു ഇതിൽ 4 സമപാർശ്വ ത്രികോണങ്ങൾക്ക് 4 ഉണ്ട്, ചരിവ് ഉയരം 4 ഉണ്ട്.
ഇനി വരുന്നത് ഈ ഒരു ശീർഷം ഉണ്ടല്ലോ, ഈ ഒരു സ്തൂപികയുടെ ഏറ്റവും അറ്റത്തുള്ള മൂലയിലുള്ള ബിന്ദു, അവിടുന്ന് നേരെ താഴേക്ക് ഈ ഒരു സമചതുരത്തിൻ്റെ വികരണങ്ങൾ തമ്മിൽ യോജിപ്പിക്കുന്നതിൻ്റെ സെൻറ്ററിലേക്ക്, ഈ ഒരു സെൻറ്ററിലേക്ക് വരുന്നു. അതാണ് ഈ ഒരു സമചതുര സ്തൂപികയുടെ ഉയരം എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കറക്റ്റായിട്ട് നമ്മൾ ഓർത്തിരിക്കുക. ഇത്രയും കാര്യങ്ങളുണ്ടെങ്കിൽ തന്നെ നമുക്ക് നല്ല അടിപൊളിയായിട്ട് തന്നെ ഈ ഒരു ചാപ്റ്റർ ബാക്കിയുള്ള ഇക്വേഷൻസ് ഓർമ്മയിലേക്ക് വരും. ഇനി പറയാൻ പോകുന്നത് ഈ ഒരു സമചതുര സ്തൂപികയുടെ, ഇതാണല്ലോ സ്തൂപിക, അതിനെ ഒന്ന് നിവർത്തി വെച്ചാൽ ഇവിടെ സമചതുരമാണുള്ളത്, 4 ത്രികോണങ്ങൾ, സമപാർശ്വ ത്രികോണങ്ങൾ. അപ്പം അത് നിവർത്തി വെച്ചാൽ ഈ ഒരു ഷേപ്പിലാണ് വരുന്നത്. അപ്പം ഇത് നമ്മൾ പറഞ്ഞു സമചതുരത്തിൻ്റെ വശമാണ്, അത് പാദവക്കാണ്, എ ആണെന്ന് നമുക്കറിയാം. അത് എ ആണ്. അപ്പം ഇവിടെ പാർശ്വവക്കുകൾ, ഇവിടെ ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് പാർശ്വവക്ക് കുറേ തോന്നുമല്ലേ. ഇവിടെ 1, ഇവിടെ 2, 3, 4, 5, 6, 7, 8 ഉണ്ട്. പക്ഷെ ഇവിടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇതെന്താണെന്ന് വെച്ചാൽ ഈ 2 വക്കുകൾ ചേരുന്ന നമ്മൾ ഇതിനെ ഇങ്ങനെ കൂർപ്പിച്ച് വെക്കുമ്പോഴത്തേക്കിന് ഇതിനെ ഈ മൂലയിലേക്ക് ചേർത്ത് വെക്കുമ്പോൾ ഇവർ രണ്ടുപേരും ഒന്നായിട്ട് മാറും. അതുപോലെ ഇതും ഒന്നാവും, ഇതും ഒന്നാവും, ഇതും ഒന്നാവും. അതാണ് 4 വരുന്നത്. ഇനി ഈ ലെറ്ററാണ് എ, ഇതാണ് ഇ, ഇവിടുന്ന് ഈ ഒരു ഉയരമാണ് എൽ. ഇതിനകത്ത് എച്ച് കാണാൻ പറ്റത്തില്ല കേട്ടോ. അപ്പോൾ ഇതാണ് ഇതിന് വരുന്നത്. അപ്പോൾ ഇത് എ ആണെന്ന് നമുക്കറിയാം. പരപ്പളവാണെങ്കിലോ, മുഖത്തെ പരപ്പളവ്, പരപ്പളവ് നമുക്കറിയാം. സമചതുരത്തിൻ്റെ പരപ്പളവ് എന്താണ്? A² ആണ്. അത് തന്നെയാണ് ഇവിടെ വശം ഗുണം വശം. ഇവിടെ വശം എന്ന് പറഞ്ഞാൽ പാദവക്കാണ്, പാദവക്കിൻ്റെ സ്ക്വയർ, പാദവക്ക് A ആണ്, A². അപ്പോൾ അത് ഓക്കെ. അപ്പോൾ പാദപരപ്പളവ് ഓക്കെ. ഇനി പാർശ്വപരപ്പളവ് വേണം. പാർശ്വപരപ്പളവ് ഇവിടെ പാർശ്വമുഖങ്ങൾ എത്രയാണുള്ളത്? 4 ഉള്ളത്. ഓക്കെ. അപ്പോൾ പാർശ്വമുഖങ്ങൾ 4 അപ്പോൾ ഇവിടെ പരപ്പളവ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ത്രികോണത്തിൻ്റെ പരപ്പളവ് എന്ന് പറയുന്നത് ഇത് എ ആണല്ലോ. ഇപ്പോൾ ഇത് എ ആണ്, ഇതാണ് ബേസ്, ഈ ഒരു ത്രികോണത്തിൻ്റെ ബേസ്, ഇവിടെ ഉയരം. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് ½ A × L, ഉയരം എന്താ? L, ½ AL എന്ന് വരും. അപ്പോൾ ഇതിന് ½ AL, ഇതിന് ½ AL, ഇതിൽ ½ AL. അപ്പോൾ ടോട്ടൽ എത്രയായി? 1, 2, 3, 4. അപ്പോൾ 4 ഉള്ളതുകൊണ്ട് ഇതാവും 4 × ½ AL. ഈ രണ്ടും പിന്നെ അതും കൂടെ വെട്ടിയാൽ ഇവിടെ 2 വരും. ടോട്ടൽ 2 AL എന്ന് വരും. പാർശ്വപരപ്പളവ് എന്ന് പറയുന്നത് 2 AL. ഇനി നമുക്ക് വേണ്ട ഉപരിതല പരപ്പളവ്. അപ്പോൾ ഉപരിതല പരപ്പളവ് എന്ന് പറയുമ്പോൾ എന്താണ്? ഇതിൻ്റെ ടോട്ടൽ എല്ലാ പരപ്പളവും കൂടി ചേരുന്നതാണ് ഉപരിതല പരപ്പളവ്. അപ്പോൾ ഉപരിതല പരപ്പളവ് = A² + 2AL. ഇത് രണ്ടും കൂടെ കൂട്ടിയാൽ ഉപരിതല പരപ്പളവ് ആകുന്നത്. ഇത്രയാണ് ഈ ഒരു പരപ്പളവിൻ്റെ കാര്യത്തിൽ വരുന്നത്. ഇനി നമുക്കിവിടെ വരുന്നത് മൂന്ന് ത്രികോണങ്ങൾ ഇവിടെ വരുന്നുണ്ട്, മട്ടത്രികോണങ്ങൾ. അപ്പോൾ ഒരു മട്ടത്രികോണം എങ്ങനെ രൂപപ്പെടുന്നതെന്ന് ചോദിച്ചാൽ, ഈ ഒരു നമുക്കറിയാലോ നമ്മുടെ സ്തൂപിക ഇരിക്കുന്നത്, ആ ഒരു സ്തൂപികയിലെ ഉയരവും, ഇതാണ് ഉയരം H, ഉയരവും A/2 ഈ ഒരു സ്ലാൻഡിങ് ഹൈറ്റ്, അതായത് ചെരിവ് ഉയരവും കൂടെ ചേരുമ്പോൾ ഒരു മട്ടത്രികോണം വരുന്നു. ഇതാണ് ഇവിടെ വന്നേക്കുന്നത് ഒരു മട്ടത്രികോണം. ഇതാണ് ഉയരം, ഇവിടെ A/2, ഇവിടെ H, ഇവിടെ L, ഇവിടെ H. അപ്പോൾ അത് എന്താണ് വരുന്നത്? ഇവിടെ നമുക്ക് മട്ടത്രികോണത്തിൻ്റെ കർണമാണ് L². അപ്പോൾ L² = H² + A/2 ദ ഹോൾ സ്ക്വയർ. നമ്മുടെ പൈതഗോറസ് സിദ്ധാന്തം ഇതാണെന്നറിയാം. പിന്നെ ഇത് ഓർത്തിരിക്കാനായിട്ട് നമ്മൾ ഓർക്കേണ്ടതാണ് LAH എന്ന് പറയുന്നത് ഈ ഒരു രീതിയിൽ ഓർത്തിരിക്കാം. LAH, ലാ എന്ന് ഓർക്കാം, ലാ എന്ന് ഓർക്കുക.
അപ്പോൾ അടുത്ത വേറൊരു മട്ടത്രികോണം വരുന്നതെന്ന് വെച്ചാൽ നമുക്കറിയാം നമ്മുടെ ഈ ഫ്രണ്ടിൽ ഒരു സമപാർശ്വ ത്രികോണം വരുന്നതെന്ന് പറഞ്ഞില്ലേ. സമപാർശ്വ ത്രികോണത്തിൻ്റെ ഈ ശീർഷകത്തിൽ നിന്ന് ഈ ഒരു ബേസിൻ്റെ നേരെ പകുതിയിലേക്ക് വരയ്ക്കുമ്പോൾ അതൊരു ലംബം വരയ്ക്കുമ്പോൾ ഇവിടെ ഒരു 2 മട്ടത്രികോണങ്ങൾ ഉണ്ടാവില്ലേ. അതിലെ മട്ടത്രികോണമാണ് അടുത്ത മട്ടത്രികോണം. ഓക്കെ, അത് ഏതാണ്? ഇവിടെ നമുക്കറിയാം ഇതെന്താണ്, ഇത് ഇ ആണ് വരുന്നത്. പാർശ്വവക്ക് ഇത് a/2, ഇവിടെ വരുന്ന ഇത് L. അപ്പോൾ ഇവിടെ ഏതാണ് നീളം കൂടിയ സൈഡ്? ഇത് ഇ അല്ലേ കർണം. അപ്പം ഇ സ്ക്വയർ ഈസിക്കൽ ടു a/2 ദ ഹോൾ സ്ക്വയർ പ്ലസ് L² എന്ന് വരും. അല്ലെങ്കിൽ L² ആദ്യം എഴുതാം. അപ്പോൾ ഈ L എന്നുള്ള രീതിയിൽ ഓർക്കുക. അല്ലെങ്കിൽ ഈ L എന്ന് നമുക്ക് ഇല്ല എന്ന് വായിക്കത്തില്ലേ, ഓർത്തിരിക്കാൻ എളുപ്പമല്ലേ. ഇല്ല. അപ്പം ലായുമായി ഇല്ലായുമായി. ഇനി അടുത്ത് വരുന്നത് വേറൊരു മട്ടത്രികോണമാണ്. ഇതാണ് വികർണം. വികർണത്തിൻ്റെ സെൻറ്ററിലേക്ക് വരുന്നത് ഇതാണല്ലോ നമ്മുടെ ഹൈറ്റ്. വികർണത്തിൻ്റെ നേരെ നടുക്കോട്ട് വരുന്നത് ഇതാണല്ലോ ഹൈറ്റ്. അപ്പം ഇത് വികർണത്തിലാണ് ഇതിൻ്റെ ഒരു പാത ഇരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ലംബം വരുന്നതാണ് ഈ ഹൈറ്റ്. കർണം ഈ ഒരു ചെരിവ് ഉയരം കർണമായിട്ട് വരും. അപ്പോൾ അവിടെ വരുന്ന ഇക്വേഷനാണ് ചെരിവ് ഉയരം പാർശ്വവക്കാണ് കർണമായിട്ട് വരുന്നത്. ഈ പാർശ്വവക്കാണ് കർണം. അപ്പോൾ ഇ ആണ് കർണം. അപ്പോൾ ഇ സ്ക്വയർ ഈസിക്കൽ ടു h² പ്ലസ് d/2 ദ ഹോൾ സ്ക്വയർ. അപ്പോൾ EHD എന്ന് ഓർക്കുക. EHD അല്ലെങ്കിൽ EDH എന്ന് ഓർത്താലും കുഴപ്പമില്ല. അപ്പം അങ്ങനെ 3 ത്രികോണങ്ങളാണ് നമ്മളിവിടെ പറയുന്നത്. അപ്പോൾ ഇത് 3 കാര്യങ്ങളും ഈ കാര്യങ്ങൾ ഇത്രയും കൃത്യമായിട്ട് നന്നായിട്ട് തന്നെ മനസ്സിലാക്കി ഓർത്ത് വെക്കുക. ഇനി ഇവിടെ അടുത്ത് വരുന്നത് സമപാർശ്വ ത്രികോണത്തിൻ്റെ വ്യാപ്തം ആണ്. സമചതുര സ്തൂപികയുടെ വ്യാപ്തമാണ് കേട്ടോ. ഇത് സമപാർശ്വ ത്രികോണമല്ല, സമചതുര സ്തൂപികയുടെ വ്യാപ്തമാണ് വേണ്ടത്. ഇപ്പോൾ സ്തൂപിക നമുക്കറിയാം. സ്തൂപിക എന്ന് പറയുന്നത് ഇങ്ങനെയാണ് നമ്മുടെ സ്തൂപിക വരുന്നത്. ഇങ്ങനെ ഒരു സമചതുരം വരുന്നു. എന്നിട്ട് അതിലേക്ക് 4 ത്രികോണങ്ങൾ ഇങ്ങനെ ജോയിൻ ചെയ്ത് വെക്കുന്നു. അപ്പോൾ ഇതാണ്. അപ്പോൾ ഈ സ്തൂപികയുടെ വ്യാപ്തം നമ്മൾ കാണുന്നത് 1/3 ഇൻറ്റു പാദപരപ്പളവ് ഇൻറ്റു ഉയരമായിരിക്കും. ഇക്വേഷൻ എന്താണ്? 1/3 പാദപരപ്പളവ് ഇൻറ്റു ഉയരം. അതായത് 1/3 a²h. പാദപരപ്പളവ് എന്ന് പറഞ്ഞാൽ a² ആണെന്നറിയാം. 1/3 a²h അതായിരിക്കും ഒന്നെടുക്കാം. ഓക്കെ, ആ രീതിയിൽ നമ്മൾ കണ്ട് പിടിക്കണം. ഇവിടെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. നമുക്കതിന് മുമ്പ് ആദ്യത്തെ മോഡലിലുള്ള ക്വസ്റ്റ്യൻസ് നോക്കണം. അത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് വരാം. ഓക്കെ, അപ്പം ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാം കേട്ടോ.